മർത്തമറിയം വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ എല്ലാവർക്കും ഒരുമിച്ച് കൂടുവാൻ ഈ സൂം പ്ലാറ്റ്ഫോം വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ സർവശക്തനായ ദൈവം തന്ന ഈ നല്ല അവസരത്തിന് ഒരുമിച്ച് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ആദ്യോടന്തം ശുദ്ധീകരിക്കപ്പെടുവാനും സൗഖ്യപ്പെടുവാനും എല്ലാം സംരക്ഷണത്തിലിരിക്കുവാനും ദൈവമേ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും ബഹുമാനപ്പെട്ട അബ്രാമച്ചൻ ഓപ്പണിംഗ് പ്രയർ നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം വരുന്ന വന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ കൂടി വരവിനെ അനുഗ്രഹിക്കണമേ. ഒരു ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകി നിന്നെ പാടി സ്തുതിപ്പാനും നിന്റെ വചനങ്ങളെ കേൾപ്പാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ 30, 60, 100 മേനിയായി ഫലം കായ്പാനും തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. കൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ. പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. രോഗത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന എല്ലാവരെയും അവിടെ തൃക്കൺ പാർക്കണമേ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ലോകമൊക്കെയും ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ട എല്ലാവരെയും തിരുസന്നിധിയിൽ തരുന്നു. ആശുപത്രികളിലും വീടുകളിലുമായി കഴിയുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ അദൃശ്യമായ വലതുകരം നീട്ടി നീ തൊട്ട് സൗഖ്യമാക്കണമേ. ഈ ലോകത്തെയും ഈ ദേശത്തെയും ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലായിടത്തും സമാധാനവും സന്തോഷവും ഉണ്ടാകണമേ. ഞങ്ങളെ യുവജനങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാത്തവരെ അനുഗ്രഹിക്കണമേ. ജോലിക്കായി കാക്ഷിക്കുന്നവരും ജോലി ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നിറവടിയായി നിന്റെ കൃപ ലഭിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. സഭയെ അനുഗ്രഹിക്കണമേ. മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും അനുഗ്രഹിക്കണമേ. സഭയുടെ നന്മ ലോകത്തിൽ സാക്ഷ്യമായി ഉയരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാകണമേ. ഭദ്രാസനത്തെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ നയിക്കുന്ന അഭിമന്യ തിരുമേനിയെ അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ ആത്മീയ സംഘടനകളെയും അനുഗ്രഹിക്കണമേ. നിന്റെ വേല നിറവടിയായി ചെയ്യുവാൻ വൈദികരെയും ശുശ്രൂഷകരെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല തിരുനാമഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുവാൻ ഇടയാകണമേ. ഞങ്ങൾ വാങ്ങിപ്പോരെ അബ്രഹാമ്യ ഫലോസിപ്പിക്കണമേ. രണ്ടാമത്തെവരെങ്കിലും ഒരുമിച്ച് കാണുവാൻ ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്തോത്രം ഇപ്പോഴും നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവത്തിന്റെ അതിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ തോമസ് മാർ ദിവാനീസ് തിരുമേനിക്കും എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠർക്കും പശ്ചിമമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കും ലോകമെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയെ സമർപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഹോൾ ഡയോസിസിന്റെ അംഗങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ് ലീഡ് ചെയ്യുന്നത്. എല്ലാവരും ഒരുമിച്ചാണ്. അതിനകത്ത് ഏറ്റവും പ്രായം കൂടിയ മക്കളും പ്രിയപ്പെട്ട സഹോദരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മെ വേദോത്സവം വായിച്ച് സഹായിച്ചത് 80-ലധികം 84 വയസ്സുള്ള 2 പ്രിയപ്പെട്ട അമ്മമാരാണ്. ഏറ്റവും ഭംഗിയായിട്ട് അനുഗ്രഹപ്രദമായിട്ട് പ്രിയപ്പെട്ട മേരി കുര്യനമ്മാമയും പ്രിയപ്പെട്ട റാഹിലമ്മാമയും 2 വിവിധ റീജിയണിൽ ഇരുന്ന് അനുഗ്രഹപ്രദമായി വേദോത്സവം വായിച്ച് നമ്മുടെ കൂടെ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അവരെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവ പരിജ്ഞാനത്തിൽ ഞാൻ പ്രസാദിക്കുന്നതാണ് നാം വായിച്ചു കേട്ടുവല്ലോ. ഇപ്പോൾ നമ്മുടെ പരിമല തിരുമേനിയുടെ പെരുന്നാളും ഒക്കെ അടുത്ത് വരുന്ന സമയമാകുന്നു. ഒരുമിച്ച് നമുക്ക് ചെലവഴിക്കാൻ കിട്ടുന്ന ഈ സമയം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമായി വിശുദ്ധാത്മാവിന്റെ കൃപയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരും. പ്രിയപ്പെട്ട ജോളി ജോസാണ് പാടുന്നത്. ജോളി പ്രാർത്ഥന. എന്നേശുവേ നീ ആശ്രയം എന്നാളും മന്നിലി സാധുവിന് എല്ലാരും പാര് കൈവിട്ടാലും
എന്നെ കരുതുന്ന കർത്താവു നീ, എന്നെ കരുതുന്ന കർത്താവു നീ. ആകുല നേരത്തൻ ചാരത്തണഞ്ഞു ഏകുന്നു സാന്ത്വനം നീ എനിക്ക്. ആകയാലില്ലതെല്ലും ഭയം, പകലും രാവും നീ അഭയം. ആകയാലില്ലതെല്ലും ഭയം, പകലും രാവും നീ അഭയം. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിലി സാധുവിന്. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ, എന്നെ കരുതുന്ന കർത്താവു നീ. ചീന്തി നീ ചെന്നീണം ക്രൂശീലതാലൻ, ബന്ധനം നീക്കി നിൻ സ്വന്തമാക്കി. എന്തൊരു ഭാഗ്യ നിത്യബന്ധം, സന്തതം പാടും സന്തോഷമായി. എന്തൊരു ഭാഗ്യ നിത്യബന്ധം, സന്തതം പാടും സന്തോഷമായി. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിലി സാധുവിന്. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ, എന്നെ കരുതുന്ന കർത്താവു നീ. എന്നു നീ വന്നിടുമെന്നാത്മനാഥ, വന്നല്ലാതെന്നാദി തീരുകില്ല. ഒന്നേ എന്നാശ നിന്നെ കാൺമാൻ, ആമേൻ കർത്താവേ വന്നിടണേ. ഒന്നേ എന്നാശ നിന്നെ കാൺമാൻ, ആമേൻ കർത്താവേ വന്നിടണേ. എന്നേശുവേ നീ ആശ്രയം, എന്നാളും മന്നിലി സാധുവിന്. എല്ലാരും പാരിൽ കൈവിട്ടാലും എന്നെ കരുതുന്ന കർത്താവു നീ, എന്നെ കരുതുന്ന കർത്താവു നീ. എന്നേശുവേ നീ ആശ്രയം. താങ്ക് യു. പ്രിയപ്പെട്ട ജോളി കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആശ്രയമാണെന്ന് സാക്ഷിക്ക് അതിനുവേണ്ടി വളരെ അധ്വാനിക്കുകയും ചെയ്ത മകളാകുന്നു. അതേപോലെ വർഷങ്ങളായിട്ട് പ്രയത്നം കാത്തു സൂക്ഷിച്ച ദൈവത്തിന് പരിശുദ്ധാത്മാവെ ഈ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ ബൈബിൾ റീഡിങ്ങിന്റെ സമയമാകുന്നു. ദയവായി എല്ലാവരും ബൈബിൾ തുറന്ന് വെച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാനുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യം പ്രിയപ്പെട്ട ഷീമ വായിക്കുന്നതാണ്. ഷീമ.
ഷീബ ഉണ്ടോ? സോറി ആന്റി, ഞാൻ അൺമ്യൂട്ട് ആയിരുന്നു. കേക്കാമോ ആന്റി? കേൾക്കാമല്ലോ വായിച്ചു. സെന്റ് ജോൺസ് ചാപ്റ്റർ 4 വേഴ്സസ് 1 through 30. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. ബാറയ്ക്കുമോർ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി. അവൻ ശമര്യയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. ശമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമരിക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവർ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണറ് ആഴമുള്ളതാകുന്നു. പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണറ് ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരേണം എന്ന് പറഞ്ഞു. യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന്, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനെ, നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരുശലേമിൽ ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല യെരുശലേമിലും അല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നും ഇരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്നു. അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു. എങ്കിലും നീ എന്ത് ചോദിക്കുന്നു എന്ന് അവളോട് എന്ത് സംസാരിക്കുന്നു എന്നും ആരും ചോദിച്ചില്ല. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുകയും അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. ബാറയ്ക്കുമോർ. ശിവേ, കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴ് കൗമിയുടെയും വനിതാ പ്രാർത്ഥനയുടെയും സമയമാകുന്നല്ലോ. അദ്ദേഹം വശം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം.
ബാറക്കുമോർ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനൂരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്രഷ്ടാവേ, നിനക്ക് സ്തുതി. ഭാവികളായ ഞങ്ങളടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വിനയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം നീക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നതിന് ഗർഭഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാറക്കുമോർ. മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് അരികറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹാ, നിന്റെ സ്ലീബായുടെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും നിന്റെ വലത് കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശു മിശിഹാ, എന്റെ വായ നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ളതായ അവസാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ബഹുമാനപ്പെട്ട അച്ഛനെയും കുടുംബത്തെ, അച്ഛന്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുശ്മയുടെ മുപ്പയെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. അതുപോലെ ക്രിസ്തുവിന്റെ അച്ഛനെയും സ്തോത്രത്തോടെ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. ഈ സ്തോത്ര പ്രാർത്ഥനയും ഈ കൗമ പ്രാർത്ഥനയും എല്ലാം നാം പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ ഈ ദേശവും നാം വിട്ടുവന്ന ദേശത്തെ എല്ലാം തമ്പുരാൻ അനുഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും സ്തോത്രം കരയറ്റുന്നു. ഇപ്പോൾ ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. പ്രിയപ്പെട്ട ആൻ മാത്യു ഒരു പാട്ട് പാടുന്നതായിരിക്കും. കേൾക്കാമോ ആന്റി? കേൾക്കാം. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. കുശവൻ കുഴച്ചത മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. കുശവൻ കുഴച്ചത മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിശ്ചയം. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ടതാം മണ്ണല്ലയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലഭൻ തൊട്ട
തൊട്ടതാം മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തളർന്ന കുഞ്ഞാടിനെ തോളിലേറ്റും തകരുന്ന മനസ്സിനു താങ്ങലാകും. തായ് മറന്നാലും മറക്കില്ല ഞാനെന്നോദിയ ദൈവമെൻ കൂട്ടിനുണ്ട്. തായ് മറന്നാലും മറക്കില്ല ഞാനെന്നോദിയ ദൈവമെൻ കൂട്ടിനുണ്ട്. വൈകുമ്പോൾ വാടും വയൽ പൂ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വയ്യായ്മകളും സാരമില്ല. ഇവിടെ ആത്മഹത്യനെ കുടുംബത്തെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പല പ്രതികൂലങ്ങൾ കടന്ന് ജീവനുള്ളവരുടെ ദേശത്തിരിക്കുന്ന മകളാകുന്നു. അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ധ്യാനപ്രസംഗത്തിന്റെ സമയമാകുന്നു. പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. പരിശുദ്ധാത്മാവെ നയിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നവരും പ്രസംഗം ചെയ്യുന്ന മകളും കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളും ലോകമെമ്പാടുമുള്ള മക്കൾ അനുഗ്രഹിക്കപ്പെടുവാനും ശുദ്ധീകരിക്കപ്പെടുവാനും സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, ബഹുമാനപ്പെട്ട തങ്കമ്മ വർഗീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മളിപ്പോ പാടിയ പാട്ട് അവസാനം കേട്ട പാട്ടില് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതില് രണ്ടാമത്തെ സ്റ്റാൻസായില് നമ്മൾ കേട്ട ചരണത്തിൽ നമ്മൾ കേട്ടത്, മണ്ണായിട്ട് കുഴച്ച് ഒരു കുശവൻ എന്തുണ്ടാക്കുന്നുവോ, അത് കുടമാകട്ടെ പൂജയാകട്ടെ അതെന്തായാലും, മാത്രമല്ല അതിനേക്കാൾ പ്രധാനമായി പറഞ്ഞത്, അതിന്റെ വക്ക് പൊട്ടിയാലും അതിന്റെ രൂപത്തിന് വ്യത്യാസം വന്നാലും തൊട്ടതാരാണ് എന്നുള്ളതാണ് പ്രധാനം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് നമ്മുടെ രൂപത്തിലാണ് പ്രാധാന്യമുള്ളത്, നമ്മുടെ സൗന്ദര്യത്തിലാണ് നമുക്ക് പ്രാധാന്യം, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിലാണ് നമുക്ക് പ്രാധാന്യം, അല്ലാതെ എങ്ങനെ ആയി എന്നുള്ളതിലല്ല. അതാണ് നമ്മുടെ പ്രശ്നം. യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചവന്റെ കൈ നമ്മുടെ മേൽ, നമ്മള് ശീമാ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലാറുണ്ടല്ലോ, സൃഷ്ടിച്ചന്മേൽ നിൻ കൈ വെച്ചു എന്നൊരു പ്രാർത്ഥനയാണ്. നീ സൃഷ്ടിച്ചു, നിന്റെ കൈ എൻ്റെ മേൽ വെച്ചു. അതാണ് എന്നെ നിലനിർത്തുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മൾ പലതിലും ആശ്രയിക്കും, ധനത്തിലും ഒക്കെ ആശ്രയിക്കും. എനിക്ക് കഴിഞ്ഞ ദിവസം വായിച്ച ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്. ആ ടോൾസ്റ്റോയുടെ കഥയിൽ ഒരു കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. ഏലിയാസും ഭാര്യയും അവർ രണ്ടുപേരും വളരെ ധനാഢ്യന്മാരായ ഒരു വീട്ടിൽ അവരിപ്പോ ജോലിക്ക് നിൽക്കുക. ആ വീട്ടിൽ ബഷീർ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ അവർ ജോലിക്ക് നിൽക്കുന്നത്. ബഷീറിന്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നപ്പോ അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് ബഷീർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു.
വന്ന ആളുകൾ പറഞ്ഞു, നല്ല രുചികരമായ ഭക്ഷണം, ഇതാരാ ഉണ്ടാക്കിയത്? അപ്പൊ പറഞ്ഞു, ഈ വൃദ്ധനും ഈ വൃദ്ധയുമാണ് ഉണ്ടാക്കിയത്. അപ്പൊ വിരുന്ന് വന്നവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവരെ ഒന്ന് കാണണം, അവരോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അവരെ കണ്ടപ്പോ ചോദിച്ചു, എന്തായിരുന്നു നിങ്ങളുടെ പഴയ കാലം എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഓർക്കാൻ പ്രയാസമുള്ളൊരു കാലമാണ് ഞങ്ങളുടെ പഴയ കാലം. എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരുപാട് ധനം ഉണ്ടായിരുന്നു, ഞങ്ങൾ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അന്നൊന്നും ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. രാത്രിയിൽ ഉറക്കമില്ല. കള്ളൻ കയറുമോ, ഇത് എടുത്തുകൊണ്ട് പോകുമോ, രാത്രിയിലൊക്കെ എഴുന്നേറ്റ് കതക് തപ്പി നോക്കും, അടച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ ജോലിക്ക് വന്നു കഴിഞ്ഞപ്പോ എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് സുഖമായി ഞങ്ങൾ ഉറങ്ങാറുണ്ട് എന്ന് ഒരു കഥ. അത് ഒരു നീണ്ട കഥയാണ്, എങ്കിലും ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ. അത് പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഇതാണ്: സ്രഷ്ടാവ് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നുവോ അത് സൃഷ്ടി അങ്ങനെയാണ് താനും. അതിനെ മാറ്റിമറിക്കാൻ നമുക്ക് സാധ്യമല്ല. അവൻ എന്തിനാണ് എന്നെ ആക്കി വെച്ചത്, എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്, എന്നെ എന്തിനാണ് ഇങ്ങനെ ആക്കിയത് എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വങ്ങളെ ബോധ്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ കഴിയൂ. ധനം, സ്ഥാനമാനങ്ങൾ, ഈ ലോകത്തിൻ്റെതായ എല്ലാ പ്രതാപങ്ങളും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, സൃഷ്ടാവ് എന്തിനാണ് എൻ്റെ മേൽ കൈവച്ചത്, എന്നെ ഏത് രൂപത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത്, ആ രൂപത്തിന്റെ അനുഭവം ഏറ്റവും ശ്രേഷ്ഠമാണ്. അവിടെ വൈകല്യങ്ങളോ അവിടെ വേദനകളോ ഒന്നും ഒരു പ്രയാസമല്ല. എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം എന്ന് ആമുഖവാക്കുകളിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് പ്രിയപ്പെട്ട തങ്കമ്മ വർഗീസാണ്. ഹ്യൂസ്റ്റൺ കത്തീഡ്രൽ ഇടവക അംഗമാണ്. MMBSന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ശ്രേഷ്ഠമായി പ്രവർത്തിക്കുന്ന ഒരു വന്യ ആന്റിയാണ്. നമ്മുടെ ഇടയിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ നമ്മളോട് ദൈവവചനം പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ വെളിയിൽ നിന്ന് ആളുകളെ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ ദൈവവചനം, ജീവിത അനുഭവങ്ങൾ ഇതൊക്കെ പങ്കുവയ്ക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ആ ചുമതല ഏറ്റെടുത്ത പ്രിയപ്പെട്ട തങ്കമ്മ വർഗീസിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ദൈവം തമ്പുരാൻ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ. MMBSന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ സമയത്ത് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം തമ്പുരാൻ നാവിനോടുകൂടി ഇരിക്കട്ടെ. കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് 30, 60, 100 മേനിയായി ഫലം കായ്ക്കുന്ന വർദ്ധിക്കുന്ന അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. പറഞ്ഞോട്ടെ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. അഭിവന്യ ഇവാനിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട എബിയച്ചൻ, പ്രിയപ്പെട്ട സാലി കൊച്ചമ്മയും എലിസബത്തും, സൗത്ത് വെസ്റ്റ് ഡയോസിസ് MMBSന്റെ എല്ലാ ഭാരവാഹികളും, ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടിയിട്ടുള്ള എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ MMBSന്റെ ഈ ഫ്രൈഡേ പ്രയർ കോവിഡ് കാലഘട്ടത്തിലാണ് ഇത്രയും വിപുലമായി തീർന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും യാതൊരു മുടക്കവും കൂടാതെ ദൈവം ഇത് നടത്തുന്നു. ധാരാളം നല്ല നല്ല മെസ്സേജസ് പലരിൽ നിന്നും നമ്മൾ ശ്രവിച്ചു. അതൊക്കെ നമ്മുടെ ജീവിതത്തിന് വളരെ പ്രയോജനവും ആത്മീയ വളർച്ചയും വരുത്തിയിട്ടുണ്ട്. ഇനിയുള്ള ശിഷ്ടായുസും നമുക്കത് അനുഗ്രഹമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വേദപുസ്തകത്തിൽ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തും ധാരാളം സ്ത്രീകളെ പറ്റി പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ദൈവത്തോടടുത്ത് ജീവിച്ചിട്ടുള്ളവരും ദൈവീക കൃപയിൽ മുതിർന്നവരുമാണ്. എന്നാൽ ഈ രണ്ട് കാലഘട്ടത്തിലും വ്യത്യസ്തങ്ങളായ സാഹചര്യത്തിൽ ജീവിച്ചിരുന്നവരായ സ്ത്രീകളെയും ഓരോരോ സാഹചര്യത്തിലൂടെ ദൈവിക മഹത്വത്തിലേക്ക് ദൈവം ഉയർത്തിയിട്ടുമുണ്ട്. അവരിൽ ഒരാളായ റാഹാബ് എന്ന സ്ത്രീയെപ്പറ്റി യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. റാഹാബ് എങ്ങനെയാണ് വേദപുസ്തകത്തിൽ സ്ഥാനം പിടിച്ച്
ഒരു ദൈവിക വനിതയായി തീർന്നതെന്ന് നമുക്ക് നോക്കാം. അധമാവസ്ഥയിൽ നിന്ന് ഔന്നത്യത്തിലെത്തിയ റാഹാബിനെ വിശുദ്ധ പൗലൂസും എബ്രായ ലേഖനം 11-ാം അധ്യായം 31-ാം വാക്യം യാക്കോബ് ശ്ലീഹായും ശ്ലാഘിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 2:25. റാഹാബ് എന്ന വാക്കിന്റെ അർത്ഥം വിശാലമായ, വിസ്തൃതമായ എന്നാണ്. അബദ്ധസഞ്ചാരിണിയായ അവൾ ഉദാത്തമായ വിശ്വാസത്തിന്റെ ഉടമയായിത്തീരുന്നു. രാഹാബിന്റെ കുടുംബത്തെക്കുറിച്ച് വിശദമായ വിവരമൊന്നും ഇല്ല എങ്കിലും യോശുവ 2:12-13 വാക്യങ്ങളിൽ കുടുംബാംഗങ്ങളെ കുറിച്ച് അവൾക്കുള്ള കരുതലും അവരെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയും നമുക്ക് കാണാം. അവൾ കുടുംബാംഗങ്ങളിൽ നിന്നും വേറിട്ടാണ് ജീവിച്ചതെന്ന് യോശുവ 2:18 നിന്നും മനസ്സിലാക്കാം. ഒരുപക്ഷെ അതവളുടെ ജീവിത ശൈലിക്ക് ആവശ്യമായതുകൊണ്ടാകാം. അധർമ്മരായ വ്യക്തികളായിരുന്നു അവളുടെ സന്ദർശകർ. എന്നാൽ ആ ഭവനത്തിലേക്ക് ദൈവനിയോഗപ്രകാരം യോശുവ അയച്ച 2 പേർ കടന്നു വരുന്നു. ആരാണ് ഈ 2 പേർ? മോശയുടെ നേതൃത്വത്തിൽ ചെങ്കടൽ കടന്ന് ആഹ്ലാദത്തോടെ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ പ്രതിനിധികളാണ് ഇവർ. രാജ്യം ഒറ്റുനോക്കുവാൻ വേണ്ടിയാണ് യോശുവ അവരെ അയച്ചിരിക്കുന്നത്. ദൈവത്തെ പറ്റിയും ഇസ്രായേൽ ജനതയെ പറ്റിയും അവരുടെ വിമോചനത്തെ പറ്റിയും കനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള അവരുടെ മുന്നേറ്റത്തെ പറ്റിയും ഒക്കെ അവൾ മനസ്സിലാക്കിയിരുന്നു എന്ന് യോശുവ 2:10 വാക്യം സൂചിപ്പിക്കുന്നു. ഇതെല്ലാം ഗ്രഹിച്ച രാഹാബ് വരാനിരിക്കുന്ന സാഹചര്യം ശരിക്കും മനസ്സിലാക്കി ആ 2 പേരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. യോശുവ 2:11 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകി, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാകുന്നു. ഇസ്രായേൽ ജനത കനാൻ ദേശവും ചുറ്റുമുള്ള പട്ടണങ്ങളും പിടിച്ചെടുക്കുമെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആ 2 പേരെ അവൾ സംരക്ഷിക്കുകയും അവരുടെ ദൗത്യ നിർവഹണത്തിൽ വേണ്ട സഹായം ചെയ്യുകയും ചെയ്തു. അവളുടെ ജീവിത ശൈലി എന്തു തന്നെയായിരുന്നാലും അവൾ വിശ്വാസിയായിരുന്നു എന്ന് എബ്രായർ 11:31 നമുക്ക് കാണാം. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളുടെ കൂടെ നശിക്കാതിരുന്നു. ഒറ്റുകാരായ പുരുഷന്മാർ രാഹാബിന്റെ ഭവനത്തിൽ വന്നുവെന്ന് രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അവരെ പുറത്താക്കുവാൻ രാജാവ് കൽപ്പിക്കുന്നു. പിടിക്കപ്പെട്ടാലുണ്ടാകുന്ന ആപത്തിനെ പറ്റി വ്യക്തമായ ബോധമുണ്ടായിട്ടും ഇസ്രായേൽ ജനം വിജയിക്കുമെന്നും ഈ സൽക്കർമ്മം മൂലം ദൈവം സഹായിക്കുമെന്നുള്ള അഗാധമായ അവളുടെ വിശ്വാസവും ധൈര്യവും അവളെ നയിച്ചു. അങ്ങനെ ഒറ്റുകാരെ തൻ്റെ വീട്ടിനകത്ത് അടുക്കി വെച്ചിരുന്ന ചണത്തണ്ടുകൾക്കിടയിൽ അവൾ ഒളിപ്പിച്ചു. രാജാവ് അയച്ചവരോട് 2 പേർ ഇവിടെ വന്നിരുന്നു, അവർ ഒറ്റുകാരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സന്ധ്യയായപ്പോൾ അവർ പുറപ്പെട്ടു പോയി, എങ്ങോട്ട് പോയി എന്നറിയില്ല എന്നവൾ പറയുന്നു. രാജാവിൻ്റെ ആൾക്കാർ പോയ ശേഷം അവൾ ആ 2 പുരുഷന്മാരുടെയും അടുക്കൽ ചെന്ന് വിവരങ്ങൾ അവരെ ധരിപ്പിച്ചു. അതോടൊപ്പം അവൾ അവരെ രക്ഷിച്ചതിന് പ്രതിഫലമായി ഒരു വ്യവസ്ഥയും ചെയ്യിക്കുന്നു. ആ വ്യവസ്ഥ അവളെയും അവളുടെ പിതൃകുടുംബത്തെയും അവർക്കുള്ള എല്ലാറ്റിനെയും ഇസ്രായേൽ ജനത ഈ രാജ്യം കൈവശമാക്കുമ്പോൾ രക്ഷിക്കണമേ എന്നുള്ളതായിരുന്നു. അവരുടെ കരുണയ്ക്കായി അവൾ അപേക്ഷിക്കുകയാണ്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്നുള്ള വലത്തുഭാഗത്തെ കള്ളന്റെ അപേക്ഷ പോലെ തന്നെ കർത്താവ് കള്ളനെ എങ്ങനെ കൈക്കൊണ്ടുവോ അതുപോലെ ഈ 2 പേരും ഇവളുടെ അപേക്ഷയും കൈക്കൊള്ളുന്നു. ദേശം പിടിച്ചെടുക്കുമ്പോൾ ഇന്നവിധം പ്രവർത്തിക്കണമെന്ന് അവർ അവൾക്ക് നിർദ്ദേശം നൽകി. ആ 2 പേരെയും അവൾ വീടിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി കിളിവാതിലിൽ കൂടി ഒരു കയർ കെട്ടി ഇറക്കി വിട്ടു. ദേശം പിടിച്ചെടുക്കുവാൻ വരുമ്പോൾ ആ കിളിവാതിക്കൽ ഒരു ചുവപ്പുനൂൽ അടയാളമായി കെട്ടണമെന്നും അടയാളം കണ്ട് ഇസ്രായേൽ ജനത അതിലുള്ളവരെയെല്ലാം രക്ഷിക്കുമെന്നും അവൾക്ക് ഉറപ്പ് കൊടുത്തു. ഈ ചുവപ്പുനൂൽ ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിടുതലിന്റെ മുൻകുറിയായി പിതാക്കന്മാർ ചൂണ്ടിക്കാട്ടുന്നു. അന്നു മുതൽ രാഹാബ് ഇസ്രായേലിന്റെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. യെരിഹോവിൽ താമസിച്ചിരുന്ന അന്യജാതിക്കാർക്ക് ഇസ്രായേൽ ജനം ദൈവജനമാണെന്ന് അറിയാമായിരുന്നു. ചെങ്കടൽ വറ്റിക്കുകയും പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും അവരെ സൂക്ഷിച്ചിരുന്ന ദൈവത്തെ പറ്റി അവർ കേട്ടിരുന്നു. എന്നാൽ രാഹാബിനെ പോലെ പൂർണ്ണ വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടെ ദൈവത്തെ സ്വീകരിക്കുവാൻ അവർ തയ്യാറായില്ല. കാരണം ഉറപ്പും കോട്ടയും
ഉറപ്പും ബലവുമുള്ള കോട്ടമതിലുകളാണ് എരിഹോവിന് ചുറ്റുമുള്ളത്. അത് തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നുള്ള ചിന്തയായിരുന്നു എരിഹോ രാജാവിനും ജനങ്ങൾക്കും ഉണ്ടായിരുന്നത്. എന്നാൽ യോശുവയും ജനവും ദൈവത്താൽ നയിക്കപ്പെട്ടതിനാൽ ദൈവിക ആരാധനയുടെ ഫലമായി കോട്ടകൾ തകർക്കപ്പെട്ടു. മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നു എന്നുള്ള വചനം ഇവിടെ തെളിയിക്കപ്പെടുന്നു. ഇതിനൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് ബാബേൽ ഗോപുരത്തിന്റെ തകർച്ച. പട്ടണവും അതിലെ നിവാസികളും ഉന്മൂലനം ചെയ്യപ്പെട്ടപ്പോൾ ഇസ്രായേലിലെ യുവാക്കൾ രാഹാബിന് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെട്ടു. രാഹാബ് പരിപൂർണമായും ജീവിത വിശുദ്ധിയിലേക്ക് മാറ്റപ്പെടുന്നു. ഒരാളുടെ കഴിഞ്ഞകാല ജീവിതം എത്ര തന്നെ ഇരുളടഞ്ഞതും മലീനസവുമായാലും വിശ്വാസം മൂലം ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടും. ക്രിസ്തുവിന്റെ രക്തം പാപിയുടെ കറ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കുന്നു. നിങ്ങൾക്ക് മുൻപേ വേശ്യമാരും ചുങ്കക്കാരും സ്വർഗരാജ്യം അവകാശമാക്കും. ഈ പ്രസ്താവനകൾ സ്പഷ്ടമാക്കുന്ന അനുഭവമാണ് രാഹാബിൻ്റെത്. അങ്ങനെ പരിപൂർണമായ മാനസാന്തരത്തിലേക്കും വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും വന്ന രാഹാബിനെ ഒറ്റുനോക്കാൻ വന്നവരിൽ ഒരുവനായ സൽമോൻ വിവാഹം ചെയ്തു. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യം. അങ്ങനെ അവൾ ബോവാസ് എന്ന ഉത്തമ സന്താനത്തിന് ജന്മം നൽകുന്നു. ബോവാസിന് രൂത്തിൽ ഓബേദ് ജനിക്കുന്നു. ഓബേദിന്റെ പുത്രൻ ഇശായി, ഇശായിയുടെ പുത്രൻ ദാവീദ്. അങ്ങനെ രാഹാബിനെ യേശുവിന്റെ വംശാവലിയിലെ ഒരു വലിയ കണ്ണിയായി തീരുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നു. രൂത്തിന്റെ അമ്മായിയമ്മ എന്നുള്ള പദവിയും അലങ്കരിക്കുന്നു. രൂത്തും നവോമിയും തമ്മിലുള്ള അഗാധ സ്നേഹവും കരുതലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നവോമിയെ പോലെ തന്നെ രൂത്തിന്റെ രണ്ടാമത്തെ അമ്മായിയമ്മയായ രാഹാബും രൂത്തിന്റെ ജീവിതത്തിൽ പ്രധാന സ്ഥാനം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം, നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അനുതാപത്തിലേക്ക് വന്ന ചുങ്കക്കാരനെയും വേശ്യകളെയും ഒക്കെ സ്വീകരിക്കുന്ന കർത്താവ് പറയുന്നു, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത്. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മാത്രം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. എബ്രായർ 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഈ അടിയുറച്ച വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് ഈ ലോകത്തിലെ ദുർഘട കാലഘട്ടങ്ങളെ അതിജീവിക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. അടുത്തതായി യേശുക്രിസ്തുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന പുതിയ നിയമകാലത്തിലെ ശമരിയാക്കാരി സ്ത്രീയെ പറ്റി കൂടി നമുക്ക് ചില കാര്യങ്ങൾ നോക്കാം. ശമരിയാക്കാരി സ്ത്രീ അറിയപ്പെടുന്നത് അവളുടെ സ്വന്തം ദേശത്തിന്റെ പേരിലാണ്. പ്രത്യേകിച്ച് അവളുടെ പേര് പ്രതിപാദിക്കപ്പെടുന്നില്ല. ഇസ്രായേല്യരും ശമര്യരും തമ്മിൽ ഉഗ്രമായ ശത്രുത നിലനിന്നിരുന്നു. ശമര്യരെ പൃഷ്ടരായിട്ടാണ് ഇസ്രായേല്യർ കരുതിയിരുന്നത്. എന്നാൽ മറ്റ് യഹൂദന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടും സമീപനവുമാണ് ശമര്യരോട് യേശു പുലർത്തിയത്. ശമര്യരെയും തൻ്റെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹപ്രകാരം യേശു ശമര്യയിൽ കൂടി കടന്നു പോന്നു. യേശു ശമര്യയിലെ സുഗാർ പട്ടണത്തിന്റെ പ്രാന്തത്തിലുള്ള ഒരു കിണറ്റിനരികെ വിശ്രമിക്കുകയും ശിഷ്യന്മാർ ഭക്ഷണം വാങ്ങുവാൻ പട്ടണത്തിലേക്ക് പോവുകയും ചെയ്ത സമയത്ത് വെള്ളം കോരുവാൻ ഒരു ശമരിയാക്കാരി സ്ത്രീ വരുന്നു. ആ ദിവസം ആ സമയത്ത് അവൾ എത്തിയതിൽ ഒരു ദൈവിക പദ്ധതി ദൃശ്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:7 കാണാം, ശമരിയാക്കാരി സ്ത്രീയോട് കുടിപ്പാൻ വെള്ളം ചോദിച്ച് സംഭാഷണം ആരംഭിക്കുന്നത് യേശുവാണ്. വെള്ളം ചോദിച്ചയാൾ ഒരു യഹൂദനായിരിക്കെ ആ ചോദ്യം അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കാം. ദാഹജലത്തിന്റെ ചിന്തയിൽ നിന്ന് ജീവജലത്തിന്റെ ദാനത്തിലേക്ക് കർത്താവ് അവളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. യോഹന്നാൻ 4:10 അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുമെന്ന് കർത്താവ് അവളോട് പറയുന്നു. ജീവനുള്ള വെള്ളം എന്ന ആശയം അവൾക്ക് മനസ്സിലായില്ല എങ്കിലും ഒരിക്കലും ദാഹിക്കാത്ത ജീവനുള്ള വെള്ളം എന്ന് കേട്ടപ്പോൾ ഈ വെള്ളം എനിക്കും തരണമേ എന്ന് അവൾ അഭ്യർത്ഥിച്ചു. അങ്ങനെ ആ സംഭാഷണം അവളുടെ ഭൂതകാല ജീവിതത്തെ അവളുടെ മുമ്പാകെ നിവർത്തി കാണിക്കുന്നു. തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ സകല രഹസ്യങ്ങളും അറിയുവാൻ കഴിവുള്ളവനാണ് തന്നോട് സംസാരിക്കുന്നതെന്ന് അവൾക്ക് ബോധ്യമായി.
എബ്രായർ 4:13 പറയുന്നു, അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവളുടെ ജീവിതത്തിന്റെ പാപാവസ്ഥ കർത്താവളെ ബോധ്യമാക്കി. അപ്പോൾ അവൾ ഏറ്റുപറയുന്നു, യജമാനനെ അങ്ങൊരു പ്രവാചകനാണ്. അവൾ ആര് തന്നെയായിരുന്നാലും പിതാക്കന്മാരെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും ദൈവാലയത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കിയിരുന്നുവെന്ന് നമുക്ക് കാണാം. അങ്ങനെ യഥാർത്ഥ ആരാധനയെ പറ്റിയുള്ള വെളിച്ചം കർത്താവ് അവൾക്ക് പകരുന്നു. തന്നെയുമല്ല, ഞാനാണ് വാഗ്ദത്ത മശിഹ എന്ന സത്യം അവളോട് പറയുകയും മറ്റാരേക്കാളും ആദ്യ സത്യം മനസ്സിലാക്കാനുള്ള ഭാഗ്യം അവൾക്കുണ്ടാകുകയും ചെയ്തു. ആ ബോധ്യം അവളിൽ വലിയ മാറ്റമുണ്ടാക്കി. വെള്ളം കോരുവാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി എല്ലാവരോടും മശിഹായെ പറ്റി പറഞ്ഞ് ആദ്യത്തെ പ്രേഷിതയായി മാറുന്നു. അവൾ ഏത് സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ മടിച്ചുവോ അവരുടെ ഇടയിലേക്ക് യാതൊരു സങ്കോചവുമില്ലാതെ കടന്നു ചെല്ലുന്നു. മശിഹായെ കണ്ടെത്തിയ സന്തോഷത്തിലും ദൈവീക പെരുമാറ്റത്തിലും അവളുടെ ഭയവും സങ്കോചവും എല്ലാം അവൾക്കില്ലാതെയായി. അവളുടെ പാത്രം പോലും അവൾ മറന്ന് സർവ്വ ലൗകിക ചിന്തകളെയും ഭൂതകാല ജീവിതത്തെയും തട്ടിമാറ്റി ഒരു പുതിയ സൃഷ്ടിയായി മശിഹായെ പറ്റി പ്രകീർത്തിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഉത്സാഹവും അവൾ കാണിച്ചു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം സകല മനുഷ്യരിലേക്കും കടന്നെത്തുന്നു. വർഗവർണ്ണ വേർതിരിവുകൾ ഒന്നും അവിടെയില്ല. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. യാതൊന്നും തനിക്ക് മറവായിരിക്കുന്നില്ല. രഹസ്യവും പരസ്യവുമായ എല്ലാം തനിക്ക് ഒന്നുപോലെയാണ്. ഈ ചിന്ത നമ്മെ അനുതാപത്തിലേക്കും കൂടുതൽ ജാഗ്രതയിലേക്കും നയിക്കട്ടെ. റോമാലേഖനം 12:2 ഇപ്രകാരം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഇന്നത്തെ ഡിജിറ്റൽ വേൾഡിൽ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ആത്മീയ സംഘടനകളും ആരാധനാക്രമങ്ങളും നമ്മളെ അതിനായി സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മൾ കേട്ടത് രണ്ടുപേരെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഒന്ന് രാഹാബിനെ കുറിച്ച്, മറ്റൊന്ന് ശമരിയാക്കാരിയായ സ്ത്രീയെ കുറിച്ച്. സാധാരണഗതിയിൽ നമ്മുടെ പ്രസംഗങ്ങളൊക്കെ സാധാരണ നടക്കാറുള്ളത് നല്ല മനുഷ്യരെ കുറിച്ച് മാത്രമാണ്. നല്ല മനുഷ്യരെ കുറിച്ചെന്ന് പറഞ്ഞാൽ നല്ലത് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ആളുകളെ കുറിച്ച് മാത്രമാണ് നമ്മുടെ പ്രസംഗങ്ങളൊക്കെ. പക്ഷേ നമ്മുടെ മാനസാന്തരം, രൂപാന്തരം എന്നൊരു വാക്കുണ്ട്. അങ്ങനെ മാനസാന്തരപ്പെട്ടും രൂപാന്തരപ്പെട്ടും വരുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ നമുക്ക് മനസ്സുണ്ടായിട്ടുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണ്. പലപ്പോഴും നമ്മള് കാണാറുണ്ട്. ഞാൻ കേരളത്തിലായിരുന്നപ്പോഴ് കേരളത്തിലുള്ള നമ്മുടെ പള്ളികളിലൊക്കെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. മറ്റേതെങ്കിലും ഇതര ക്രൈസ്തവരല്ലാത്ത അക്രൈസ്തവരായ ആളുകൾ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വന്ന് ചേരുമ്പോൾ നമ്മൾ അവരെ പൂർണ്ണമായും ക്രൈസ്തവ അനുഭവത്തിലേക്ക് അവർ വിശ്വാസത്തോടെ വരുമ്പോൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യം. ഇപ്പോഴും നമുക്ക് പഴയ ഒരു ചാപ്പ കൊത്തി ഒക്കെ മാറ്റി നിർത്തുന്ന ചില അനുഭവങ്ങളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, പണത്തിന്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ആളുകളെ വേർതിരിക്കാറുണ്ടോ? അല്ലെങ്കിൽ പഴയകാല ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചതിനെ കുറിച്ച് നമ്മൾ അവരെയൊക്കെ വിധിക്കാറുണ്ടോ? നമ്മൾ സ്വയം ഒന്ന് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മുടെ ഇടവകകളിൽ പലപ്പോഴും കഴിഞ്ഞ ദിവസം, ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം, കഴിഞ്ഞ ദിവസം ഒരു 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 കുടുംബത്തെ കണ്ടു. ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ പള്ളിയിൽ വെച്ചല്ല, പുറത്താ. ഞാൻ ജോലി ചെയ്യുന്ന ഇടത്ത് വെച്ച് ഒരു കുടുംബത്തെ കണ്ടു. ഒരു ചെറുപ്പക്കാരും ഒരു ചെറുപ്പക്കാരൻ. ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മലയാളികളാണെന്ന് മനസ്സിലായി.
അവരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെയാ പോകുന്നത്, ഏത് പള്ളിയിലാ പോകുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം, ഞങ്ങൾ കുറച്ചു നാളായിട്ട് പള്ളിയിൽ പോകുന്നില്ല. എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. പള്ളിയിൽ വരുമ്പോ പലരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഞങ്ങളെ വേദനപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടോ ജോലി ഇല്ലാത്തത് കൊണ്ടോ പള്ളിയിൽ വരാൻ ആളുകൾ മടിക്കുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലപ്പോഴും ദേവാലയത്തിൽ ആശ്വാസത്തിന് വരാൻ ശ്രമിക്കുമ്പോൾ വരാൻ കഴിയാത്ത വിധം അവർ ചോദ്യങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു. എന്തെങ്കിലും ജീവിതത്തിൽ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്ന് ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ ആളുകൾ നമ്മുടെ ഇടയിലേക്ക് വരാൻ മടിക്കുന്നു. എന്താ കാരണമെന്ന് സ്വയം നമ്മൾ തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പള്ളിയിൽ വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആശ്വാസത്തിനാണ് പള്ളിയിൽ വരേണ്ടത്. വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഒന്ന് പ്രാർത്ഥിക്കാനാ, ദൈവത്തെ ഒന്ന് കാണാനാ, ദൈവത്തെ ഒന്ന് അറിയാനാ, നമ്മുടെ ഭാരങ്ങളൊന്ന് ഇറക്കി വെക്കാനാ. അവിടെ നിന്ന് ഇരട്ടി ഭാരങ്ങളുമായി തിരികെ പോകേണ്ട ഒരു സാമൂഹിക അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മളെ തന്നെ, നമ്മുടെ കൂട്ടായ്മകളെ ആക്കി വെക്കുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന ഒരനുഭവമായി നമ്മുടെ കൂട്ടായ്മകളെ മാറ്റാൻ കഴിയണം. രാഹാബ് തന്റെ കഴിവ്, ബുദ്ധി ഇതെല്ലാം ഉപയോഗിച്ച് ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നു. തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോയ ഒരാളാണ്. ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ കുറ്റപ്പെടുത്തി മാറ്റി നിർത്താവുന്ന ഒരാളാണ് രാഹാബ്. കുറ്റപ്പെടുത്താം, കുറവുകളെ കുറിച്ച് പറയാം, മാറ്റി നിർത്താം. പക്ഷെ ദൈവം മാറ്റി നിർത്തിയില്ല. പക്ഷെ നമ്മൾ മാറ്റി നിർത്തും. ദൈവം തമ്പുരാൻ മാറ്റി നിർത്താത്ത പലരെയും നമ്മൾ മാറ്റി നിർത്തും. ഇത് സ്വയം ഒന്ന് ചിന്തിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ള ആളുകളെ നമുക്കെന്താ അനിഷ്ടമായി മാറുന്നത്? ദൈവം ചേർത്ത് പിടിക്കുന്നവരെ നമ്മളെന്തിനാ അകറ്റി നിർത്തുന്നത്? എല്ലാവരെയും ചേർക്കാനും ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാനും, എവിടെയെങ്കിലും പതറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ പതർച്ചയിൽ അവരുടെ കൂടെ നിന്ന് ദൈവത്തെങ്കിലേക്ക് അവരെ ചേർത്ത് വെക്കാനും യോശുവ ചെയ്തതുപോലെ അവരിലേക്ക് ആളുകളെ അയക്കുന്ന അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് വേദപുസ്തകം നന്മ ചെയ്തവരുടേത് മാത്രമല്ല, തിന്മയിൽ അകപ്പെട്ടു പോയവരുടെയും വീണുപോയവരുടെയും ചരിത്രമാണ് വേദപുസ്തകം. ദാവീദ് അങ്ങനെയാണെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ട ആളാണ്. സങ്കീർത്തനങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുന്നത് ദാവീദിന്റെ അനുതാപത്തെ കുറിച്ച്. മോശ ഒരു മനുഷ്യനെ കൊന്ന ഒരു കൊലപാതകിയാണ്. ഇവരൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടവരാ നമ്മുടെ കാഴ്ചപ്പാടിൽ വേണമെങ്കിൽ. പക്ഷെ അതിനേക്കാൾ എത്രയോ നീചന്മാരാണ് നമ്മൾ. വാക്കുകൊണ്ട് മറ്റുള്ളവരെ കൊല്ലുന്നു, പ്രവൃത്തി കൊണ്ട് നമ്മൾ ഒരാളെ കൊല്ലുന്നില്ലെങ്കിൽ പോലും നമ്മുടെ വാക്കും ചിന്തയും പ്രവൃത്തികളും ഒക്കെ എത്ര പേരെ ഓരോ ദിവസവും കൊന്നുകൊണ്ടിരിക്കും. മാറ്റി നിർത്തുകയല്ല നമുക്ക് ആവശ്യം, ചേർത്ത് പിടിക്കുകയാണ് ആവശ്യം എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ആ ചിന്തയിൽ നമ്മൾ നമ്മളെ തന്നെ രൂപപ്പെടുത്താൻ ഇന്നത്തെ പ്രസംഗം മുഖാന്തരമായി തീരുന്നു എന്ന് ഇന്നത്തെ ചിന്ത മുഖാന്തരമായി തീരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ചിന്ത അപ്രകാരമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. രണ്ടുപേരെ കുറിച്ച് കേട്ടു, നമ്മളങ്ങ് പോയി. അങ്ങനെയല്ല. ഇതെന്താ നമ്മളോട് സംസാരിക്കുന്നത്? ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമുക്കുള്ള ഉത്തരവാദിത്വം എന്താ? ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കുമുള്ള ഉത്തരവാദിത്വം എന്താ? ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട്, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ, ദൈവ സൃഷ്ടികളെ എല്ലാം ഒരുമിച്ച് ചേർക്കാൻ കഴിയണം. ആരെയും അകറ്റി നിർത്തുകയല്ല, പുറത്താക്കുകയല്ല, മറിച്ച് ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരു ആത്മീയ അനുഭവം നമുക്കുണ്ടാകണം. ഇന്നത്തെ വാക്കുകൾക്ക്, ഇന്നത്തെ ചിന്തയ്ക്ക് പ്രിയപ്പെട്ട തങ്കമ്മ വർഗീസിനോടുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. നമുക്ക് കൂടുതൽ ചിന്തിപ്പാൻ ഈ വിഷയം മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട തങ്കമ്മ വർഗീസ് കൊടി, തമ്പുരാൻ നമുക്ക് തന്ന ദൂതിന് തമ്പുരാന് നന്ദി പറയുകയും അതുപോലെ തന്നെ തങ്കമ്മ വർഗീസിന് ഉള്ള നന്ദി പറയുകയും ആ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പലവിധ പ്രതികൂലങ്ങളിൽ കൂടി കടന്ന് ആണ് മകൾ. അതിനെല്ലാം അതിജീവിക്കാൻ ദൈവം ശക്തി കൊടുത്തു. അതുപോലെ തന്നെ
റഹാബിനെയും ശമറിയക്കാരെയും അവതരിപ്പിച്ചപ്പോൾ ജീവിതത്തിൽ പല കുറവുകൾ വന്നെങ്കിലും പഴയതൊക്കെയും മറന്ന് വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു മുൻപോട്ട് വന്ന് കർത്താവിൻ്റെ വംശപരമ്പരയിൽ വരാനായിട്ട് റഹാബിന് സാധിച്ചതുപോലെ കർത്താവ് ആ ഒരു ആത്മാവിനെ തേടി, ആ ഒറ്റ ആത്മാവിനെ തേടി അനേകം കിലോമീറ്റർ സഞ്ചരിച്ച് ആത്മാവിനെ രക്ഷിക്കുകയും മുറിവ് പരിഹരിക്കുകയും ആ ആത്മാവ് മറ്റുള്ളവരെ എല്ലാവരും ചെന്ന് മിശിഹായെ കണ്ടെത്തിയിരിക്കുന്ന വിവരം മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്തൊക്കെയും നാം വായിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് പ്രായോഗികമാക്കുവാൻ, പഴയതെല്ലാം ഉപേക്ഷിച്ച് നല്ല ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാനും സ്വീകരിക്കാനും എല്ലാം നമുക്കും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ഓരോ ദിവസവും ലഭിക്കുന്ന ദൂതുകൾ നമ്മൾ കർത്താവിനെ പോലെ ആയിത്തീരാൻ നമ്മളെയും സഹായിക്കണമേ എന്ന് നമുക്ക് കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ സമയമാകുന്നു. ഒരുമിച്ച് പറയുമ്പോൾ ഒരേ ആത്മാവിൽ തമ്പുരാന്റെ സന്നിധിയിൽ തലകൾ വണക്കിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. ഇത്രയും നടത്തിയ പ്രാർത്ഥനകളിലും വായനയിലും ദൂതിലും എല്ലാ സമയം ശ്രദ്ധ വെച്ച് കർത്താവ് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കുറവുകളേറ്റു പറഞ്ഞ് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി നാം അപേക്ഷിക്കുന്നതല്ല കർത്താവ് കേൾക്കുകയും ഉത്തരം പറയുകയും ചെയ്യും. നമ്മെ തന്നെ ശുദ്ധീകരിക്കണമേ, കുറവുകൾ ക്ഷമിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാം വിട്ടുവന്ന ദേശം, നാം ഇപ്പോൾ ആയിരിക്കുന്ന ദേശം, ലോകമെമ്പാടുമുള്ള മക്കളെയും നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം. പരിശുദ്ധ തിരുമേനിയെ സമർപ്പിക്കും. എല്ലാ പ്രവർത്തനങ്ങളെയും സഭയെ നയിച്ചുകൊണ്ട് പോകാനുള്ള കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അതേസമയം എല്ലാ സഭാ നേതാക്കളെയും ഒരുമിച്ച് കുരിശിന്റെ ചോട്ടിലാണ് ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. തോമസ് മാറിവാനീസ് തിരുമേനിയെ സമർപ്പിക്കുന്നു. നയിപ്പാനുള്ള കൃപ കൊടുക്കണം. എല്ലാ തിരുമേനിമാരും ആ ഒരു ഭാരം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ അമിത കൃപ അവർക്ക് ആവശ്യമാകുന്നു. നമ്മുടെ പ്രാർത്ഥനയും ബലഹീനരായ നമ്മുടെ പ്രാർത്ഥനയും ആവശ്യം. എല്ലാ വൈദിക ശ്രേഷ്ഠതയും സമർപ്പിക്കും. അവർക്കും ഭാരമേറിയ ഒരു ചുമതലയാവുന്നു. അവർക്കുണ്ട് അവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന്മാര്, ഭാരവാഹികൾ, ശമ്മാസുമാർ, സിസ്റ്റർമാർ, ആത്മീയ സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരും എല്ലാവരെയും സമർപ്പിക്കുന്നു. ആൾട്ടർ ബോയ്സ് അവരെ ഒരു പ്രത്യേക ചുമതലയാവുന്നു ഏറ്റെടുത്തിരിക്കുന്ന ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കാൻ അവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സെമിനേറിയൻസിനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജോജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മകൻ ഒരു വർഷം മുഴുവൻ വളരെ കഠിനമായ ചികിത്സയോടെ കടന്ന് സൗഖ്യം പ്രാപിച്ചാവുന്നു. ഇപ്പൊ വീണ്ടും ഒരു റെക്കറൻസ് ആവുന്നു. ഒരു പൂർണ്ണ വിശ്വാസം അർപ്പിച്ച മകന് വേണ്ടി പ്രാർത്ഥിക്കാം. ചൊവ്വാഴ്ച റേഡിയേഷൻ ആരംഭിക്കുന്നു. വീണ്ടും കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി ആവശ്യം. നമുക്ക് ഒന്നിച്ച് ദേവസന്നിധി മകനെ സമർപ്പിക്കാം. സൗഖ്യമാക്കുന്ന കാര്യങ്ങൾ നേട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ അനേകം മക്കളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജീതൻ ചോയ്, ഹൈബൽ, ബിന്നി, സെമിനറിൻസ് ആയിട്ടുള്ള എല്ലാ മക്കളെയും, ഡീക്കൻ സോളമൻ, ഡീക്കൻ റയൻ, ഡീക്കൻ മാത്യു, അനേകം മക്കളുണ്ട്. സെമിനാരിയെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ശുശ്രൂഷകളിലെ എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കും. രോഗാവസ്ഥയിരിക്കുന്ന എല്ലാ അഭിഷിക്തരെ സമർപ്പിക്കുന്നു. ബൈനോലച്ചനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നു മക്കളെ ഓർക്കുന്നു. ക്രിസ്റ്റഫർ അച്ഛന് വേണ്ടി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ചെറിയാൻ കുഞ്ഞച്ചായന് സിജി കൊച്ചമ്മയുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനായ എന്ന മകളെ ഓർത്ത്, എലിസബത്ത് ലങ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിരിക്കുന്ന മകൾ അരുണെ ഓർത്ത് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. ഷാനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അജീന ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീന, മോളി, നിമ്മിക്കൊച്ചമ്മയുടെ ഭവനത്തിലുള്ള നിമ്മിക്കൊച്ചമ്മ ഉൾപ്പെടെയുള്ള എല്ലാ മക്കളെ ഓർക്കുന്നു. അനേകം മക്കൾ പ്രാർത്ഥനയ്ക്കായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും സൗഖ്യം ലഭിച്ചവരെ, ലഭിക്കാനിരിക്കുന്നവരെയും, ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് ഇപ്പോൾ സൗഖ്യം ലഭിച്ചില്ലെങ്കിലും കർത്താവിൽ നിന്ന് അവർ അവസ്ഥയിൽ കൃപ ലഭിച്ചു മുൻപോട്ട് പോകാനുള്ള കൃപ കൊടുക്കണമെന്ന് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും മനസ്സിലുള്ള രോഗാവസ്ഥയിരിക്കുന്ന ശരീരത്തിന്റെയും മനസ്സിന്റെയും രോഗാവസ്ഥയിലുള്ള മക്കളെ സ്തോത്രത്തോടെ ദിവസം സമർപ്പിക്കും. ബാബു പുതക്കൽ,
രേണു മക്കളെ ഓർക്കുന്നു. പലവിധ ഭാരങ്ങളാൽ ഒരു വിധത്തിലും മുൻപോട്ട് പോകാൻ കഴിയാത്തവണ്ണം ഉള്ള മക്കളുണ്ട്. നിഷാഷ്, ഷീജ, അനേക മക്കളുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചുകൊണ്ട് സഹിക്കാൻ വയ്യാത്ത പരീക്ഷ കർത്താവ് കടത്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്താണ് മുന്നോട്ട് പോയി ഒരടി വയ്ക്കാൻ വയ്യാത്ത മക്കളുണ്ട്. അനേകരുണ്ട്. അവരെ സമർപ്പിക്കുന്നു. വ്യക്തിക്ക് സമാധാനമില്ലാതെ കുടുംബത്തിന് സമാധാനമില്ല. ഇടവകയുടെ സമാധാനം, സഭയുടെ സമാധാനം, ലോകത്തിന്റെ സമാധാനം ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യുദ്ധം, പീഡ, നാച്ചുറൽ കലാമിറ്റീസ് വിഷമിക്കുന്ന എല്ലാവരും സമർപ്പിക്കുന്നു. ബർത്ത്ഡേസ് ആയിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് സാറാമ്മ ജോർജ് അമ്മാമയെ 85 years തികഞ്ഞ് സാറാമ്മ ജോർജ് അമ്മാമയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. 7 വയസ്സ് തികഞ്ഞ് ജിയാൻ, നമ്മുടെ പ്രാർത്ഥനയിലായിരുന്ന കുഞ്ഞാണ്, ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നവമി, വർഗീസ്, ലിയ എന്ന മക്കളെ ഓർത്ത് പ്രത്യേകം, നിത്യ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന എല്ലാ മക്കളും, നാഷണൽ ഇന്റർനാഷണൽ ജേർണി ചെയ്യുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വാഹനം ഓടിക്കുന്നവര്, കുറ്റം ചെയ്തു അല്ലാതെയും ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും, ജയിൽ മിനിസ്ട്രിയിൽ ചെയ്യുന്നവരെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ജനറേഷന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നു. പല വിധത്തില് ഇന്റർനെറ്റിന്റെ ലഹരിയുടെ അടിമകളായിരിക്കുന്നവര് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, കൂദാശയില് ഏർപ്പെടുക, ആരാധനയിൽ പങ്കുപറ്റുക, ഇതിനെല്ലാം അകന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, അവർക്ക് മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല, ഭാവി ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ അറിയില്ല. അവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാം. അവർക്ക് പലവിധത്തിലുള്ള വിഷമങ്ങളാണ്. മത്സര പരീക്ഷകൾ എഴുതുന്നവരുണ്ട്. ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് ഭാവിയെ സമർപ്പിക്കാനായിട്ട് അവർക്ക് അറിയില്ല. ജോലി നഷ്ടപ്പെട്ട മക്കളുണ്ട്, ജോലി സ്ട്രെസ് അനുഭവിക്കുന്നവരുണ്ട്, പഠിക്കാനായിട്ട് പറ്റുന്നില്ല, പ്രലോഭനങ്ങളിൽ അനുഭവപ്പെടുന്നവർ, വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പറ്റുന്നില്ല, ഒറ്റപ്പെട്ട് തളർന്നു പോകുന്നവര്, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കൊണ്ട് തളർന്നു പോകുന്നവര്, ബന്ധങ്ങൾ വഷളായിട്ടുള്ളവര്, ദാമ്പത്യ ജീവിതത്തിലെ ആഴ്ച, ഡിവോഴ്സിന്റെ വക്കിലെത്തിയവര്, കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവര്, വിവാഹ തടസ്സമുള്ളവര്, മറ്റു രാജ്യങ്ങളിൽ പഠിക്കാൻ പോയ മക്കള്, മത്സര പരീക്ഷകളുടെ റിസൾട്ട് നോക്കിയിട്ട് പരാജയം വന്നിട്ട് വീണ്ടും ശ്രമിക്കാൻ വയ്യാതിരിക്കുന്നവര്, പല വിധത്തിലുള്ള മക്കളെ ദൈവസന്നിധിയിലോട്ട് സമർപ്പിക്കുന്നു. 2 ആൻമാര്, 2 എലിസബത്ത്മാര്, ലീഡിയ, കാരലിൻ, ആന, ആൽബിറ്റ്, ലോറൻസ്, നേതൻ, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. ആര്യ, ഈതൻ, എവ്ലിൻ, മാത്യു, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ കുഞ്ഞുമക്കൾ ദൈവസന്നിധി സമർപ്പിക്കുന്നു. എല്ലാവരുടെയും മനസ്സിലുള്ള മക്കളെ ദൈവസന്നിധി സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവർ ശുദ്ധീകരിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുന്നു, നമ്മളും ശുദ്ധീകരിക്കപ്പെടണമെന്ന് ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. റീകൺസ്ട്രക്ഷൻ ഇരിക്കുന്ന എല്ലാ ചർച്ചസിനെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി ആരാധനയുടെ പ്രാധാന്യം മനസ്സിലാക്കി ദൈവരാജ്യ മഹത്വത്തിനായിട്ട് ദൈവാലയങ്ങളായി തീരുവാനും കൂടി വരുന്ന എല്ലാവരും, ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ ആ ആരാധനാലയങ്ങളെല്ലാം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നത് പോലെ പരസ്പരം സ്നേഹവും സന്തോഷവും സമാധാനവും പകരുന്ന മക്കളായി തീരുവാനും സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവരെ ദൈവസന്നിധി സമർപ്പിക്കുന്നു. കൊച്ചമ്മയ്ക്ക് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ദീപകൊച്ചമ്മ, റെൻസി, ജെൻസി, സ്റ്റെഫാനി, റീന, 2 റീനാമാരുണ്ട്, രമ്യ, റെനി, രേഷ്മ, റീനോ, റിയ, രൂപ, രോഷ്നി, ഇത്രയും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളം റിക്വസ്റ്റുകളുണ്ട്. കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അന്നയുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്ന പോലെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിച്ചവർക്ക് വേണ്ടി സ്തോത്രം പറയുമ്പോൾ ദൈവരാജ്യ മഹത്വത്തിനായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പാർട്ട്നേഴ്സിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അലൻ തോമസ്, അശ്വിൻ, ജെഫേഴ്സൺ, ശർമ്മ, ക്ഷേമ, മിന്നു, താര, ടീന, ടിജ, ടേഷ, ജോജി, നിക്കോൾ, ധാരാളം മക്കളുണ്ട്. വിവാഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഭയന്നും അല്ലാതെയും വിവാഹം വേണ്ടാന്ന് വയ്ക്കുന്ന മക്കളെ, അതിനെ ചൊല്ലി വിഷമിക്കുന്ന മാതാപിതാക്കളെല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് തക്ക സമയത്ത് ജീവിത പങ്കാളികളെ ദൈവമേ അവർക്കായിട്ട് കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആശ്രയ, കാരുണ്യനിലയം എന്ന വളണ്ടിയർ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അവരെ കർത്താവെ അത് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ, അവർക്ക് വേണ്ട സഹായം ഒക്കെയും ചെയ്തു കൊടുക്കുക. നമ്മളെ കൊണ്ടൊക്കെ ആവുന്ന സഹായം അതുപോലെ ധനവാന്മാർക്ക് ദാനശീലരാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അനാഥർ, വിധവമാർ, ആരോരുമില്ലാത്തവർ, വിവിധമായ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവർ, നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാൻ കഴിയാവുന്ന ആവശ്യങ്ങൾ, ദൈവസന്നിധിയിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട മക്കൾ, അഭിഷിക്തർ, ബഥനിയിലെ അഭിമന്യ യോഹന്നാൻ തിരുമേനിയുടെ ഓർമ്മയായിരുന്നു. അദ്ദേഹത്തിന്റെ മാധ്യസ്ഥം യാചിക്കുന്നു. പ്രിയപ്പെട്ട തോമസ് ജോസഫിന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എൻ വി കുര്യാക്കോസ്, വർഗീസ്, ലക്ഷ്മി, ഇവരുടെ എല്ലാ ആത്മാക്കളെ സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്ന പ്രിയപ്പെട്ടവര്, ആ കാലത്തിൽ കുഞ്ഞുങ്ങൾ ഏർപ്പെട്ട് ഇപ്പോഴും ദുഃഖത്തിലിരിക്കുന്ന മാതാപിതാക്കള് എല്ലാവരും ദിവസം സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങളും സമർപ്പിക്കുന്നു. ഇന്ന് പ്രിയപ്പെട്ട സാറാമ്മ ജോർജ് അമ്മാമ്മയാണ് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെയാണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. അമ്മാമ്മയും കുടുംബത്തെ ദിവസം സമർപ്പിക്കുന്നു. ഇന്ന് പ്രായത്തിലിരിക്കുന്ന സാറാമ്മ ജോർജ് അമ്മാമ്മ, റഹേൽ കുട്ടി അമ്മാമ്മ, മേരി കുര്യനമ്മാമ്മ, മറിയക്കുട്ടി ചേച്ചി, ധാരാളം ചെന്ന മക്കളുണ്ട്. ഈ പ്രയറിനെ മൊത്തമായി വർഷങ്ങളായി പരിപാലിക്കുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വൈദിക ശ്രേഷ്ഠര്, പശ്ചിമമാരെ, ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ മക്കളെയും ദിവസനെ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സാറാമ്മ ജോർജ് അമ്മാമ്മ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ എലിസബത്തെ? കേൾക്കാമല്ലോ അമ്മാമേ. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ കൂടി അനുഭവിക്കുവാൻ ദൈവം ജീവിതത്തിൽ ഭാഗ്യം തന്നത് ഓർത്ത ദൈവത്തിന് നന്ദിയോടെ 1000 പ്രാവശ്യ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്പമായോ അധികമായോ സഹായിച്ച് മുന്നോട്ട് നടത്തുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട എലിസബത്ത് തിരുമുമ്പിൽ സമർപ്പിച്ച എല്ലാ മക്കളെയും എല്ലാ വിഷയങ്ങളെയും അടിയങ്ങളേക മനസ്സോടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. പിതാവേ, എല്ലാവരോടും കരുണ തോന്നണമേ, അവരെ ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനം ഞങ്ങളുമായി പങ്കുവച്ച മകളെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭകളെ വഴി നടത്തുന്ന എല്ലാ ഇടയന്മാർക്കും ശാരീരികവും ആത്മീയവുമായ കൃപകൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ലോകമെമ്പാടുമുള്ള യുവതലമുറയില് ആത്മീയമായ ഉണർവുണ്ടാകുവാൻ ദൈവം കൃപ ചെയ്യണമേ. ഒരു കുഞ്ഞുപോലും വഴിതെറ്റി പോകുവാൻ ഇടയാക്കരുതേ. ലോകമെമ്പാടും രോഗത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും ദാരിദ്ര്യത്തിലും കൂടി കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും ദൈവം സൗഖ്യവും സമാധാനവും കൊടുക്കണമേ എന്ന അടിയങ്ങളേക മനസ്സോടെ ദൈവത്തോട് യാചിക്കുന്നു. ലോകമെമ്പാടുമുള്ള അനാഥരോടും വിധവമാരോടും ഏകാകികളായിട്ട് വേദനകൾ സഹിച്ചും ഒക്കെ കഴിയുന്ന എല്ലാ മക്കൾക്കും ദൈവമേ സൗഖ്യവും സമാധാനവും കൊടുത്ത് ദൈവത്തിലടിയിച്ച വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് ജീവിക്കുവാനുള്ള ആത്മീയ ഉണർവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റി മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളുടെ ഹൃദയങ്ങളെ ദൈവം ഒന്ന് സ്പർശിക്കണമേ. അവർക്കൊരു മടങ്ങി വരവ് കൊടുക്കണമേ. കണ്ണുനീരോടും പ്രാർത്ഥനയോടും കൂടി അവരെ കാത്തിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ദൈവം സമാധാനം കൊടുക്കണമേ. പ്രകൃതിക്ഷോഭം മൂലവും യുദ്ധം മൂലവും കഷ്ടപ്പെടുന്നവർക്ക് ദൈവമേ സമാധാനത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണമേ. ലോകത്തിന് സമാധാനം തരണമേ എന്ന് യാചിക്കുന്നു. ലോകമെമ്പാടും യാത്രയിലായിരിക്കുന്നവർ ക്ഷേമത്തോടെ അവരവരുടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവം കരുണ ചെയ്യണമേ. ദൈവമേ, ക്രിസ്ത്യാനികൾ എന്നുള്ള പേരിൽ പീഡനം അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള മക്കൾക്ക് വേണ്ടി അടിയങ്ങൾ യാചിക്കുന്നു. അടിയങ്ങളുടെ നിലവിളിക്ക് ചെവി ചായ്ക്കണമേ, ഉത്തരമരുളണമേ. നിന്റെ മക്കളെയും ദേവാലയങ്ങളെയും കർത്താവേ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ വേല നിമിത്തം ജയിലിൽ കഴിയുന്ന മക്കൾക്ക് വിടുതൽ കൊടുക്കുവാൻ കരുണയുണ്ടാകണമേ. ലോകരാജ്യങ്ങൾ ഭരിക്കുന്ന നേതാക്കന്മാർക്ക് ദൈവഭയം കൊടുക്കണമേ. ദൈവ സത്യവും നീതിയും ന്യായവുമുള്ള ഭരണം നടത്തുവാനുള്ള ആത്മീയ ഉണർവ് ദൈവം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, യാത്രയിലായിരിക്കുന്ന മക്കളെല്ലാവരും ഉദ്ദിഷ്ട സ്ഥലങ്ങളിൽ സൗഖ്യത്തോടെ എത്തിച്ചേരുവാൻ കൃപ ചെയ്യണമേ. അടിയങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ഏഴയുടെ പ്രാർത്ഥനയിൽ വന്നുപോയി കുറവുകളെ പൊറുക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു.
ഞങ്ങളുടെ പ്രാർത്ഥന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ യാചിക്കുന്നു. ദയോടെ കേൾക്കണമേ. ആമേൻ. ബാറക്കുമോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധാവാസം നമ്മെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും പ്രാർത്ഥിപ്പാങ്ങടപ്പെട്ട എല്ലാവരുടെ മേലും സഭന്മേലും നാടിന്മേലും ഇടവകളിൽ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. 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 ഈ പ്രാർത്ഥന ഇത്രയും അനുഗ്രഹമായി മുന്നോട്ട് പോകാനും ഇന്നത്തെ ദിവസം പ്രാർത്ഥന ഇത്രയും അനുഗ്രഹമായി നടത്താൻ സഹായിച്ച സർവശക്തൻ ഏറ്റവും അധികമായി നന്ദി എല്ലാവരുടെയും പേരിൽ അർപ്പിക്കുന്നു. ബ്രാഹ്മണന്, ഷിനി, ഷീന, ഈ മറിയം സമാജം ഭാരവാഹികൾക്ക് ഏറ്റവും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട മേരി കുര്യനമ്മാമ, റാഹേൽ വെട്ടിയമ്മാമ, പാട്ടുപാടിയ ജോളി, ബൈബിൾ വായിച്ച ഷീബ, പാട്ടുപാടിയ മാത്യു, ഡിവോഷണൽ മെസ്സേജ് തന്ന ഏറ്റവും വളരെ ഭംഗിയായി മെസ്സേജ് തന്ന തങ്കമ്മ വർഗീസ്, ഇപ്പോൾ പ്രേയർ നടത്തിയ ഇന്റർസെസറി പ്രേയർ നടത്തിയ പ്രിയപ്പെട്ട അമ്മിണിമാമ, സാറാമ്മ, ജോർജ് അമ്മാമ്മ, അങ്ങനെ എല്ലാം ദൈവരാജ്യ മഹത്വത്തിനായിട്ട് ഈ ചെയ്ത പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ചെയ്ത എല്ലാ മക്കൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. ഇത് കൂടാതെ വർഷങ്ങളായിട്ട് ഏറ്റവും അനുഗ്രഹപ്രദമായി പ്രാർത്ഥന കൊണ്ടുവരാൻ സാധിച്ച ദൈവം തമ്പുരാനും ഇന്ന് വരെ ഈ മറിയം സമാജത്തിന് എല്ലാ ഭാരവാഹിത്വം വഹിച്ച മക്കളും 2009 മുതൽ ഇങ്ങോട്ട് ഉള്ള എല്ലാ ഭാരവാഹികളും എല്ലാം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വന്ന് പങ്കെടുത്ത് ഇതിനെ തലകൾ വണക്കിയ എല്ലാ മക്കൾക്കും ദൈവനാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. എല്ലാവരും തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. ഇനി അടുത്ത പ്രാർത്ഥനയിൽ നമ്മൾ കണ്ടുമുട്ടും വരെ ദൈവം തമ്പുരാൻ എല്ലാവരും കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ മറിയം സമാജ ഭായികളെ മെസ്സേജ് തന്നിട്ടുള്ള എല്ലാ വൈദ്യശ്രേഷ്ഠരും അല്ലാത്തവർ പ്രിയപ്പെട്ട സഹോദരങ്ങളും എല്ലാവരും അനുഗ്രഹിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.